ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്കിന്ന് ഞാൻ ചെയ്തേക്കുന്ന ചെടികളൊക്കെ ഒന്ന് കാണാം. എൻ്റെ ചെടികളെ ആദ്യം ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആദ്യം ഇതാണ് എൻ്റെ വീട്. വീടിൻ്റെ വെളിയിലുമുണ്ട്. ഇപ്പം ഭയങ്കര ഉണക്ക സമയമാണ്, വെള്ളത്തിന് ഭയങ്കര ക്ഷാമം. കുറച്ച് വെള്ളം വീട്ടിൽ അത്യാവശ്യത്തിന് ഞങ്ങളുടെ ആവശ്യത്തിന് കിട്ടുള്ളൂ. അപ്പോൾ ഈ ചെടികൾക്കെല്ലാം കൂടെ ഒഴിക്കാനുള്ള വെള്ളം നമുക്കിപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്നാ ചെയ്തെന്ന് നോക്കുന്നത്, ഈ നമ്മൾ പാത്രം കഴുകുന്നതും അലക്കുന്നതുമായ വെള്ളം കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ചെടിക്ക് ഒഴിക്കുന്നത്. വെയിൽ കയറി വരുന്നുണ്ട്, ഭയങ്കര ചൂടാണിവിടെ. ഇത് ഇലച്ചെടികളാണ്. അപ്പുറത്ത് ഒരുപാട് റബ്ബറൊക്കെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ അവിടുത്തെ കരിയിലെല്ലാം കൂടെ ഇങ്ങോട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഇത് നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാനായിട്ട്. ഇത് സീനയുണ്ട്, സൂര്യകാന്തി നിൽപ്പുണ്ട്, ഇത് വിഷ് ബോണുണ്ട്, പിന്നെ നമ്മുടെ 10 മണിയുടെ വേറൊരു തരം വെറൈറ്റിയാണ്. ഇത് നമ്മുടെ റോസ്മേരി, അതാണ് നിൽക്കുന്നത്. ഇതിൻ്റെ 2 ടൈമുണ്ട്. റോസ് പൂ വരുന്നത് കൊണ്ട് വെള്ളയുമുണ്ട്. എൻ്റെ ഇതിലിപ്പോൾ വെള്ളയാണ് നിൽക്കുന്നത്. ഇത് നിറച്ച് 10 മണിയാണ്. അതുകൊണ്ട് ഇതൊരു തരം ഇലച്ചെടിയാണ്. നല്ല ഭംഗിയായത് നിൽക്കുന്നത് കാണാൻ, ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന. ഇതിനൊക്കെ വെള്ളം കുറച്ച് മതി. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ജമന്തി തൈ വെച്ച് അത് ഇത്രയുമായിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ പെറ്റൂണിയാടെ അരിയിട്ട് കിളിപ്പിച്ചേക്കുന്നതാണ്. ഇതെല്ലാം ഇനി നടാനുള്ളതാണ്. കിളുത്ത് അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ എന്നിട്ട് ഇത് ചൈനീസ് ബോൾസാണ്. ഇത് നല്ല രസമാണ്. ഇതിൻ്റെ പല കളറുകളുണ്ട്. ഇത് പിങ്കാണ്, ഇതിൻ്റെ റെഡുണ്ട്, വയലറ്റ് ഉണ്ട്, ഇതിൻ്റെ റെഡ് ഇതേണ്ടേ. ഇത് പണ്ട് നമ്മൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഇത് നമ്മുടെ ജയിക്കല്ലെന്ന് പറയും. പണ്ട് ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പരീക്ഷ എടുക്കാറാകുമ്പോൾ ഇതിൻ്റെ ഒരു ഇല പറിച്ചു പുസ്തകത്തിൻ്റെ അകത്ത് വെച്ച് അത് പുസ്തകത്തിൽ വെച്ച് കിളുക്കുകയാണെങ്കിൽ ജയിക്കും എന്നൊക്കെ അങ്ങനെ ജയിക്കല്ലെന്നാണ് ഇതിൻ്റെ പേര്. ഇത് കണ്ടോ, ഇത് നമ്മുടെ എന്താ പറയണ്ട, കറ്റാർ വാഴയുടെ ടൈപ്പ് നിന്ന് ഒരു ചെടിയാണിത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ നിൽക്കുന്നതൊക്കെ താഴെ വീണ് കിളുക്കും. ഇത് ഞാൻ ഇവിടെ പോയപ്പോഴത്തേന് മൂന്നാർ പോയപ്പം അവിടുന്ന് കൊണ്ടുവന്നതാണേ. ഇത് കണ്ടോ, ഇത് വേറൊരു ടൈപ്പ് ചെടിയാണ്. നോക്കി നല്ല ഭംഗിയായത് നിൽക്കുന്നേക്കുന്നത്. ഇത് ഒരു കറ്റാർ വാഴയുടെ മോഡൽ തന്നെയാണ്. ആ ടൈപ്പ്, ഏകദേശം ആ ടൈപ്പ് തന്നെയാണ്. നല്ല ഭംഗിയായത് നിൽക്കുന്നത്, ഇങ്ങനെ തൂങ്ങിക്കിടക്കും കൊല പോലെ. പിന്നെ എൻ്റെ മഞ്ഞയും ചുമലയും കൂടെ ചേർന്ന റോസയാണ്. അതിൻ്റെ ഇവിടെ ഇച്ചിരി പുഴു കയറി ആക്രമിച്ചിട്ടുണ്ട്. റോസ എനിക്ക് മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച്, ഇത് കണ്ടോ 10 മണിയും ഉണ്ട്. പിന്നെ ഇതൊരു തരം ഇലച്ചെടിയാണ്. പിന്നെ നമ്മുടെ സ്റ്റാർ ഉണ്ട്. ഇത് മോർണിംഗ് ഗ്ലോറിയ. അത് ഇത്രയുമായി പൂവുണ്ടായിട്ടില്ല, ഇവിടം വരെയായേ. ബോൾസം ഉണ്ട്, മാരിഗോൾഡുണ്ട്, ഇഷ്ടംപോലെ മാരിഗോൾഡിൻ്റെ അരി ഇങ്ങനെ ഇട്ട് കിളിപ്പിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ വേറെ ചെടികളും ഉണ്ട്. നിൽക്കുന്ന റോസയുണ്ട്, പിന്നെ മഞ്ഞ റോസ അപ്പുറത്ത് നിൽപ്പുണ്ട്. അത് പൂവെല്ലാം നിന്ന് അത് ഞാൻ വെട്ടി വെച്ചേക്കുക. അത് തളർത്തിനി നിറച്ച് മുട്ടായി വരണം. ഇത് ഞങ്ങളുടെ കിണറിൻ്റെ ഭാഗമാണ്. അതിനിടയ്ക്ക് ഒരുപാട് ചെടികളുണ്ട്. എല്ലാം കൂടെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ചൈനീസ് ബോൾസ് വേറൊരു കളറ്, റോസ് അതേണ്ടേ. ഇതൊരു മെറൂൺ റോസയാണ്. പൂവെല്ലാം കഴിഞ്ഞപ്പോൾ മുട്ടായി വരുന്നു. ഇത് ഞാൻ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെടിയാണേ. ഈ പൂവിനെക്കാട്ടി ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ഇലകൾ അത് നിൽക്കുന്ന കാണാനുള്ള ഭംഗിയാണ്. കണ്ടോ, ഇതുണ്ട്. ഇത് നമ്മുടെ നാടൻ റോസയാണ്.
നിറയെ പൂക്കളുണ്ടാകും. കിണറിന് ചുറ്റിനും ചെടികളാണ്. ഇത് ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഇവിടെയും ചെടി ഒരു സ്വല്പം പോലും സ്ഥലം എങ്ങും ഞാൻ വേസ്റ്റാക്കി ഇട്ടിട്ടില്ല. എല്ലായിടത്തും ചെടിയായാലും കൃഷിയായാലും ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കുറേ വിത്തുകൾ പാകി കിളിപ്പിച്ച് വെച്ചേക്കുക. ഇത് നമ്മുടെ കോളിഫ്ലവറാണ്. ഓരോ ചെടികളും ഞാനിങ്ങനെ വിത്തുകൾ ഇങ്ങനെ പാകിയിട്ട് എല്ലാം കിളുത്ത് നിൽക്കുക. ഞാൻ ഓടിച്ചൊന്ന് കാണിക്കാം. തന്നെ പുതിയ ഒരു ലൈറ്റ് വയലറ്റ് കളറ്, നല്ല പർപ്പിൾ കളറ് ബോൾസമാണ്. അതെൻ്റെ 14 കളറുണ്ട്. ഇത് നമ്മുടെ കമ്മൽ ചെടിയാണ്. ഇത് ഡാലിയ നിൽക്കുന്നതാണ്. ഡാലിയ വയലറ്റ് ഉണ്ട്, പിന്നെ അങ്ങനെ 3-4 കളറുണ്ട് ഡാലിയ. ഇതെല്ലാം എൻ്റെ ചെടികളാണ്. വീടിന് ചുറ്റും ചെടികളാണ് കേട്ടോ. ഇത് ഡബിൾ ഷെയ്ഡ് ഉള്ളതാണ്. ഇതുകൊണ്ട് കുറച്ച് മുമ്പ് കാണിച്ചതിൻ്റെ 2 കളർ വെള്ളയും കൂടെ വരുന്നതാണ്. പിന്നെ നിറച്ച് 10 മണിയും ഒക്കെയാണ്. ഇതുണ്ട് സൂര്യൻ ഉദിച്ച് ഇവിടെ നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. ഉച്ചയാകുമ്പോഴേക്കും ഇവനെല്ലാം അങ്ങ് വാടും. ഇത് ചീരയാണ്, എൻ്റെ ചീര കൃഷിയാണ്. ഞാൻ പാകിയ ചെടികൾ കിളുത്തതെല്ലാം ഞാനിങ്ങനെ പറിച്ച് നട്ടതാണ്. നിറച്ച് കരിയില വീണിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ തൂക്കും. പക്ഷേ 4 കരിയിലയുടെ ബഹളമാണ്. അപ്പുറത്തെ പറമ്പിൽ നിന്നൊക്കെ വീഴുന്ന കരിയിലകളാണ്. ഇതേ ബോൾസം നല്ലപോലെ കിളുത്ത് നിറച്ച്. ഇത് എൻ്റെ വീടിൻ്റെ അടുക്കള വശമാണ്. അതിൻ്റെ പിറകു വശമാണ് ഈ കാണിക്കേണ്ടത്. തക്കാളി കൃഷിയുണ്ട്. അത് തക്കാളിയാണ്. തക്കാളി വലുതായി പൂത്തിട്ടുണ്ട്. വെണ്ടയുണ്ട്, തക്കാളിയുണ്ട്, ചീരയുണ്ട്, പാലക്കുണ്ട്. ഇപ്പം ഞാൻ കാണിക്കാം പാലക്ക്. കണ്ടോ, ഇതെൻ്റെ ഉരുളക്കിഴങ്ങ് കൃഷിയാണ്. ഇത് കിളുക്കുമോ ഇല്ലയോ എന്നൊരു സംശയമായിരുന്നു. ആദ്യം ഞാൻ 3 ഉരുളക്കിഴങ്ങ് ഞാനിങ്ങനെ മണ്ണ് കിളച്ച് അതിൻ്റെ അകത്ത് കിളിപ്പിച്ചതാണ്. ഇത് ഇവിടെ ചീരയുണ്ട്, ചുമലച്ചീരയുണ്ട്, സാദാ ചീരയുണ്ട്, പാവലുണ്ട്. ഇതെൻ്റെ പാലക്കാണ്. ഇതിൽ നിന്ന് ഞാൻ കുറേ വീട്ടിലേക്ക് പപ്പയ്ക്കും മമ്മിക്കും കൊടുത്തു. ഞങ്ങൾ ഒരു 3 കറി വെച്ചു. അങ്ങനെ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിന് ചുറ്റും ഇതിപ്പം ഇപ്പുറ സൈഡ് എത്തി. അങ്ങനെ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സൈഡ് ഫുള്ള് കറങ്ങി ഞാനിപ്പം ഫ്രണ്ടിലേക്ക് വരുവാണ്. ഇതാണ്ട് ഇതെന്താണെന്നറിയാം. ഇത് ഞാൻ എൻ്റെ ബദാം കുഴിച്ചിട്ടേക്കുവാണ്. അത് അവൻ കിളുത്ത് വരുന്നുണ്ട്. ബദാമുണ്ട്. എൻ്റെ സൂര്യകാന്തിയാണിത്. ഇത് ഞാൻ ഓറഞ്ചിൻ്റെ കുരു ഇട്ട് കിളിപ്പിച്ചതാണ്. ഇവിടെ കാണാം ബദാം കിളുത്ത് കയറി വരുന്നത് കണ്ട്. ഇതെൻ്റെ ബദാമാണ്. അതിനപ്പുറത്തൊരു ചൈനീസ് ബോൾസ് വെച്ചതാണ്. പിന്നെ ഇത് നിങ്ങൾ കാണാം. ഇത് വെളുത്തുള്ളിക്ക് വിലയായ സമയത്ത് ഞാൻ വെറുതെ ഒന്ന് നോക്കിയാൽ ഇത് വെളുത്തുള്ളി, സവാള, ഉരുളക്കിഴങ്ങ് ഞാൻ ഇന്നലെ നട്ടതാണ്. ഇത് മല്ലി പാകിയേക്ക് കിളുക്കാൻ വേണ്ടി. ഇത് എൻ്റെ വെളുത്തുള്ളി. ഇപ്പം ഇത് 3 ആഴ്ചയോളമായി ഇത്രയുമായിട്ടുണ്ട്. ഇതെൻ്റെ ഉള്ളിയാണ്. അങ്ങനെ ഞാൻ ഇവിടം വരെ എത്തി. എൻ്റെ വീട് ഇപ്പുറ സൈഡ് 10 മണി വെള്ള റോസയാണ്. പിന്നെ ഇത് കണ്ട് ഇത് മുള്ളില്ലാത്ത റോസയാണ്. പക്ഷേ പൂ ഇത്രയേ ഉള്ളൂ, നിറച്ച് കായ്ക്കും. ഇത് 2 ഡബിൾ കളറാണ്. റോസും വൈറ്റും കൂടെ ചേർന്ന് റോസ. അതുകൊണ്ട് അപ്പുറത്ത് വെള്ളയുണ്ട്, വെള്ള റോസ ഉണ്ട്. വെയിലിൻ്റെ ചൂടുമുണ്ട്. എൻ്റെ താമരയുണ്ട്, നിറച്ച് പൂവുണ്ടായിരുന്നു. ഇപ്പം എല്ലാം ഇങ്ങനെ നിൽക്കുവാണ്. താമരയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആമ്പൽ ലില്ലി എന്ന് പറഞ്ഞാൽ വാട്ടർ ലില്ലിയുണ്ട്. അതിലിപ്പോൾ മഞ്ഞ കളറിലെ പൂ
അത് വിരിയാനായിട്ടിങ്ങനെ നിൽക്കുക. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ചെടികൾ. ഓരോന്നും ഓരോരുത്തരത്ത് പാകി ഇങ്ങനെ വെച്ചിരിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരും വരെ ബായ്.